ഹലോ ഫ്രണ്ട്സ്, ഒഴിവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോന്നിയിലാട്ടോ. കോന്നി കൊട്ടവഞ്ചി സവാരി നമ്മളിത് അതിനായിട്ട് വന്ന കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തു. 4 പേർക്ക് 500 രൂപയാണ് ഇവിടെ ചാർജ് ഈടാക്കിയത്. അപ്പോൾ നമുക്ക് നേരെ കൊട്ടവഞ്ചിയിലെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. നമ്മുടെ ഇവിടെ കയറി വരുമ്പോൾ തന്നെയായിട്ട് ഇവിടെ ഒരു റൂട്ട് മാപ്പും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 8:30 തൊട്ട് 5:30 വരെയാണ് ഇവിടെ ഈ കൊട്ടവഞ്ചിയുടെ സമയം വരുന്നത്. അതുപോലെ തന്നെ 4 പേർക്കാണ് ഇവിടെ 500 രൂപ ചാർജ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചൈൽഡിനെ അവർ അലോട്ട് ചെയ്യും. അതുപോലെ തന്നെ ലോങ് റൈഡും ഉണ്ട് കേട്ടോ. അതിന് 900 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. അതുപോലെ തന്നെ കോന്നിയിലെ ആനപരിപാലനത്തിൻ്റെയൊക്കെ അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഈ തേക്കും തോട്ടങ്ങളൊക്കെ ഉള്ളതിൻ്റെ കാര്യങ്ങളതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാട്ടോ ഇതിൻ്റെ ഫ്രണ്ട് വശം. നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന ഇതാണ്. അതേ കാണുന്നിടത്താണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം, നമുക്കിവിടെ ക്യാഷ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ താഴെയായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഷോർട്ട് റൈഡിൻ്റെ ടിക്കറ്റ് ഇതാട്ടോ. ബൗൾ ബോട്ടിംഗ് റൈഡിംഗ് എന്നാണ് ഇവിടെ ഈ പേരും കാര്യങ്ങളൊക്കെ ഇവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഷോർട്ട് റൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അരമണിക്കൂറൊക്കെ ആയിട്ടോ കിട്ടുള്ളൂ. ഇവിടെയായിട്ട് ഇതേ കുറേ കൊട്ടവഞ്ചികളൊക്കെ കമത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊട്ടവഞ്ചി വെച്ചിട്ട് ഇത് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇത് ഈ പോകുന്ന വഴിക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഞങ്ങളെല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായിട്ടോ. ഇതൊക്കെ എങ്ങനെയുണ്ട്? ചേട്ടാ ഓക്കെ അല്ലേ? അടിപൊളി. ഇതിൻ്റെ തല കറങ്ങാണ്. ഫുൾ സേഫ്റ്റി ആട്ടോ നമ്മളെ മെയിൻ. ഇതേ കാണുന്ന സ്ഥലത്ത് നിന്ന് കേട്ടോ നമുക്ക് ഇവിടുന്ന് കൊട്ടവഞ്ചി കയറി പോകേണ്ടത്. നമുക്കായിട്ട് ഇതേ കൊട്ടവഞ്ചികളൊക്കെ ഇത് ഇവിടെ റെഡിയായി കിടപ്പുണ്ട്. കുറച്ച് മുന്നേ ആയിട്ട് ഒരു ട്രിപ്പ് ആൾക്കാരൊക്കെ അങ്ങോട്ട് പോയിട്ടോ. ഓരോ കൊട്ടവഞ്ചിക്ക് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ 2 കേട്ടോ. നമ്മുടെ കൊട്ടവഞ്ചി വരുന്നേ ഉള്ളൂ. സൈച്ചേട്ടനും ദീപക്കും എന്തേ കൊട്ടവഞ്ചി കയറാൻ റെഡി ആയിട്ട് നിൽക്കും കേട്ടോ. നമ്മുടെ കൊട്ടവഞ്ചി വന്നോ? ഇതാണോ ഈ കൊട്ടവഞ്ചിയിലാട്ടോ നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ കൊട്ടവഞ്ചി ഇത് എടുത്തു കേട്ടോ. ദീപക്ക് വേണ്ട, ഇത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആട്ടോ. എനിക്കത് പൊതുവേ വെള്ളത്തിൽ കയറാൻ പേടിയാണ്. എന്നാലും ഈ ഇവിടെ വലിയ ആഴമില്ലാത്ത സ്ഥലമായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല കേട്ടോ, സേഫാണ്. ചേട്ടൻ്റെ പേരെന്നാ? രാജൻകുട്ടി അല്ലേ? രാജൻകുട്ടി. ചേട്ടാ, വന്യമൃഗങ്ങളൊക്കെ ഈ റൂട്ട് കാണാറുണ്ടോ? ആനയാ? ഇതിൽ ഈ കൊട്ടവഞ്ചിയിലൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റും. ഇന്നാൾ ഇവിടെ എങ്ങാണ്ട് ഇറങ്ങി കൊട്ടവഞ്ചി ആയിട്ട്. എവിടെ? ആന ഇറങ്ങിയതാ. ഇതേ കാണുന്ന സ്ഥലത്തായിട്ടോ ആന നേരത്തെ ഇറങ്ങിയിട്ട് അവർ പേടിച്ചു പോവുകയൊക്കെ ചെയ്തു കേട്ടോ. ഇതേ കാണുന്ന സ്ഥലത്തായിട്ടാണ്. അവിടെ ഇറങ്ങിയിട്ടുണ്ടോ? ഇതേ കാണുന്ന സ്ഥലത്തും ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടോ പറഞ്ഞേ. നിങ്ങൾ കോന്നിയൊക്കെ വരുവാന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഈ കൊട്ടവഞ്ചിയുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ചെയ്യണം കേട്ടോ. അടിപൊളി സെറ്റപ്പാട്ടോ. അത് ഈ കൊട്ടവഞ്ചിയിലേക്ക് കയറുന്നത് ഇങ്ങനെ ആടി വെള്ളത്തിൽ കൂടെ പോകാന്ന് പറഞ്ഞാൽ അടിപൊളി വൈബാട്ടോ. അടിപൊളി ഫ്രഷ് വെള്ളമാട്ടോ. എന്നെ തണുപ്പാന്നറിയാമോ? ഇതിലും തണുപ്പാട്ടോ. ഈ സൈഡിൽ കൂടെ പോകുമ്പോൾ മരങ്ങളൊക്കെ താന്ന് നിൽക്കും കേട്ടോ. നമ്മുടെ തലയിലൊക്കെ മുട്ടും തോന്നും, പക്ഷെ വലിയ കുഴപ്പമില്ല കേട്ടോ. ഇതുണ്ടോ ഈ മരത്തിൻ്റെ ആ ശിഖരങ്ങളൊക്കെ താന്നാട്ടോ നിൽക്കുന്നേ. അപ്പോൾ ചേട്ടൻ തുഴഞ്ഞ് ഇങ്ങോട്ടേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ഇതിൻ്റെ താഴേക്ക് അടിയെ കാണാം കേട്ടോ. നന്നായിട്ട് നല്ല ക്ലിയർ വാട്ടർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിഭാഗമൊക്കെ കാണാം കേട്ടോ. രണ്ട് സൈഡും ഫോറസ്റ്റ് അല്ല ഏട്ടാ? സാധാരണ കൊട്ടവഞ്ചി ഇപ്പം മൃഗങ്ങളെ കാണാറുണ്ടോ? ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോയപ്പോൾ കണ്ടായിരുന്നോ? ചൂട് സമയത്താ? മഴക്കാലം മഴയൊക്കെ ആണെങ്കിൽ അധികം കാണാൻ പറ്റില്ല. ഉവ്വ. ചേട്ടാ, ഇവിടെയോ ആന ഇറങ്ങുന്ന സ്ഥലമാണോ? ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നോ ഈ ചേട്ടൻ പറഞ്ഞത്. ഇവിടെ ആന ഇറങ്ങിയിട്ട് ഇതിലെ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് കയറും കേട്ടോ. ഇവിടെ വലിയ ആഴമുള്ള സ്ഥലം അല്ലാത്തതുകൊണ്ട് ആന ഇതിലെ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യുന്ന കേട്ടോ പറഞ്ഞത്.
ഇവിടെ 106 കൊട്ടവഞ്ചി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കൊട്ടവഞ്ചി അവൈലബിൾ ആട്ടോ. നമുക്ക് പെട്ടെന്ന് ഇതിൽ ടിക്കറ്റ് എടുത്ത് കയറി പോകാനൊക്കെ പറ്റും. ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കൊട്ടവഞ്ചിയുടെ ഐഡിയ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലേതല്ലേ അല്ലേ? തമിഴ്നാട്ടിലാണ് സത്യം പറഞ്ഞ കൊട്ടവഞ്ചിയുടെ ഇത്. കൊട്ടവഞ്ചിയുടെ ഇത് തമിഴ്നാട്ടിലാണ് അവരുടെ ഐഡിയ അല്ലേ? അവരുടെ ഐഡിയ സംഭവം എന്നാലും കൊള്ളാം അല്ലേ? നല്ല വൈബാ, നല്ല രസമുണ്ട്. പക്ഷെ എല്ലാവർക്കും ഒന്നും തൊഴാൻ പറ്റില്ല. ഇത് ശരിക്കും അറിയാവുന്നവർക്ക് അല്ലെ കിടന്ന് വട്ടം കണക്ക്. തുഴയാൻ ശരിക്കും അറിയാവുന്നവർക്ക് തുഴഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് വട്ടം കയറി. നമ്മുടെ പുറകിലായിട്ട് 3 കൊട്ടവഞ്ചിയും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ കൊട്ടവഞ്ചി ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് കൊട്ടവഞ്ചി കറക്കുന്ന ഒരു പരിപാടി കൊണ്ടുണ്ട് കേട്ടോ. ആ ഒരു ഫാമിലി ആ കൊട്ടവഞ്ചിയിൽ ഇരുത്തി കറക്കുന്ന ഒരു രംഗം കേട്ടോ ഈ കാണുന്നേ. ആ ഒരു കൊട്ടവഞ്ചി ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും കേട്ടോ. നമ്മുടെ കൊട്ടവഞ്ചി കറക്കാൻ പോകട്ടോ. ദീപക്കെ പിടിച്ചിരുന്നോ? സഹിച്ചേട്ടാ പിടിച്ചിരുന്നോ? ഫോണൊക്കെ തെറിച്ചു പോകാൻ നോക്കണം കേട്ടോ. നമ്മുടെ കൊട്ടവഞ്ചിയും കറക്കിക്കൊണ്ടിരിക്കും കേട്ടോ. വാവ്, അയ്യോ തല കറക്കുന്നേ എനിക്ക്. സംഭവം അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. ചേട്ടാ മതി, തല കറക്കണ്ട. അയ്യോ ചേണ് തലേന്നും കറങ്ങത്തില്ല അല്ലേ? എപ്പോഴും സ്ഥിരം ഇതേ കിടന്ന് ഇങ്ങനെ വന്നല്ലേ? ചേണ് ഒരു ദിവസം എത്ര ട്രിപ്പ് ഇങ്ങോട്ട് വരും? ആളുള്ള അനുസരിച്ചല്ലേ? നമ്മള് കൊട്ടവഞ്ചി സ്പീഡിൽ പോകുന്ന ചോദിച്ചപ്പോ ചേട്ടൻ നല്ല സ്പീഡിൽ പോകുന്നു പറഞ്ഞ് തുഴഞ്ഞ് നല്ല സ്പീഡിൽ പോവാട്ടോ. നല്ല സ്പീഡ് ഉണ്ടല്ലേ? ഇല്ല സജേട്ടാ? ഇത് അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. അങ്ങനെ നമ്മൾ അരമണിക്കൂർ കൊണ്ട് കൊട്ടവഞ്ചിയിൽ സവാരിയൊക്കെ നടത്തി കറങ്ങി തിരിച്ചു വന്നു കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. അങ്ങനെ നമ്മൾ വന്ന് പോയോടത്ത് തന്നെ തിരിച്ചെത്തിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കൊട്ടവഞ്ചിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. എല്ലാവരും ടാറ്റ കൊടുത്തരെ.